നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാസപ്പടി കേസുമായി നിർണായകമായ നീക്കം ഉണ്ടാകുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഭാഗത്തു നിന്നും. കേസ് അന്വേഷണം മുഹമ്മദ് റിയാസ് MLA മുഹമ്മദ് റിയാസിലേക്ക് നീങ്ങുകയാണോ എന്നൊരു ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. ഇപ്പോൾ ഇതാ അദ്ദേഹം തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ തനിക്കെതിരെ വന്ന പത്രവാർത്ത പച്ചക്കള്ളമാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. CMRൽ നിന്നും വീണയ്ക്ക് സേവനത്തിന് കിട്ടിയ പണം തന്റെ അക്കൗണ്ട് വഴി മറ്റു പലരുടെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്തെന്നും ഇതുമായി ബന്ധപ്പെട്ട് ED 2 തവണ ഫോണിൽ വിശദീകരണം ചോദിച്ചെന്നുമുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അത് തികച്ചും അസംബന്ധമാണ്. ഇത്തരത്തിൽ വ്യാജ വാർത്ത നൽകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. തന്റെ ചിത്രസഹിതം പ്രസിദ്ധീകരിച്ച ഈ വ്യാജ വാർത്തയ്ക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനാലും വിഷയത്തെ നിയമപരമായി നേരിടുന്നതിനാലും ദിനംപ്രതി വരുന്ന അടിസ്ഥാനരഹിതമായ വാർത്തകൾക്ക് മറുപടി നൽകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തതിനാൽ പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. കാര്യങ്ങളെ നിയമപരമായി തന്നെ നേരിടാൻ സാധിക്കുമെന്ന ബോധ്യമുണ്ടെന്നും റിയാസ് പറഞ്ഞു. ഇതിന് പിന്നിലെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ച് പാർട്ടിയും താനും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മാത്രമല്ല, എക്സാലോജി CMRൽ സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്കെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയെന്നാണ് ED അവകാശപ്പെടുന്നത്. വീണ്ടും ചോദ്യം ചെയ്യൽ വിളിപ്പിക്കാനുള്ള സാധ്യതകൾ ഒരു വശത്തുണ്ട്. എന്തായാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ അവരെ വെട്ടിലാക്കുന്ന നീക്കമാണ് EDയുടെ ഭാഗത്തു നിന്നും സമീപകാലത്ത് ഉണ്ടായിരിക്കുന്നത്. വളരെ വലിയ നീക്കമാണ് ED നടത്തുന്നത്. കോഴിക്കോട് നടന്ന റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ വീണയുടെ കയ്യെഴുത്തോടുകൂടി രേഖകൾ കണ്ടെത്തിയെന്നുൾപ്പെടെയാണ് ED വ്യക്തമാക്കിയിരിക്കുന്നത്. 3 ലക്ഷം ദിർഹം കൈമാറിയതിന്റെ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. 20 കോടി ഇന്ത്യൻ രൂപ കൈമാറി എന്നാണ് ED പറയുന്നത്. മറ്റൊരാളുടെ പേരിലെടുത്ത SIM കാർഡുകളും വൈഫൈ ഉപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംവിധാനങ്ങൾ ഇന്റർനെറ്റ് കോളിംഗിന് ഉൾപ്പെടെ ഉപയോഗിച്ചിരിക്കാമെന്നാണ് EDയുടെ കണ്ടെത്തൽ. ചില വ്യക്തികളുമായുള്ള ഇടപാടുകളുടെ കണക്കുകളും വീണയുടെ കയ്യെഴുത്ത് കണക്കുകളിൽ നിന്ന് കിട്ടിയതായാണ് സൂചന. എന്നാൽ കേസ് ഒരു നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ വ്യാജ വാർത്തയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആത്മവിശ്വാസമുണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തന്നെയാണ് നീക്കം എന്നാണ്. അപ്പോൾ ഇടതുപാളയത്തിൽ ഈ ഒരു നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു നീക്കം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതുപോലെ EDയുടെ വാഹനത്തെ ആക്രമിച്ചും കയ്യേറ്റം ചെയ്തുമായിരിക്കില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ എന്ത് നീക്കം, എങ്ങനെയാണ് പ്രതിപക്ഷം ഇതിനെ പ്രതിരോധിക്കുക? ഇനി ഈ കേസിൽ അറസ്റ്റിലേക്ക് നീങ്ങുകയാണെങ്കിൽ, വീണയുടെ അറസ്റ്റ് അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരുമോ എന്ന ചോദ്യം ഒരു വശത്ത് ശക്തമാണ്. അതേസമയം മുഹമ്മദ് റിയാസിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. നിൽക്കക്കള്ളി ഇല്ലാത്തതുകൊണ്ട്, വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിരുന്ന ചങ്കെന്നും പറഞ്ഞെടുത്ത് കാണിച്ചിരുന്നത് ഇപ്പോൾ വെറും ചെമ്പരത്തിപ്പൂവാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു വെപ്രാളത്തിൽ നിന്ന് അനൗനിലയിൽ നിന്നുണ്ടാവുന്നത്. അതല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്താ ഒരു ബന്ധവുമില്ല അദ്ദേഹത്തിന്റെ ഉത്തരത്തിൽ. ഇത് വിദേശത്തേക്ക് പണം കൊടുത്തു എന്നാണ്. ഇപ്പം മുഹമ്മദ് റിയാസിനൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ അതിൽ. അമേരിക്കയിലേക്ക് കാനഡയിലേക്ക് പോയിട്ടുണ്ടെന്ന് ED പറഞ്ഞിട്ടില്ല. പക്ഷേ ജോർജ് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും മുഹമ്മദ് റിയാസിന് കൊടുത്ത പണമാണെന്ന് പറഞ്ഞിട്ടില്ല. പോയി ഇതൊരു ഷോഡി ഡീലാണ്. ഇത് മണി ലോണ്ടറിങ് ആണ്, കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങോട്ട് പോയി എന്നുള്ള അവർ പറയാൻ തയ്യാറല്ല. ED അതും കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കുമ്പോൾ ഇതിലും വലിയ ഒരു ആഘാതത്തിന്, ഒരു അശനിപാതത്തിന്, വെള്ളിടി വെട്ടലിന് വിധേയമാകും ഈ പാർട്ടി എന്നുള്ളതാണ് പറയുന്നത്. സത്യം അതിന് ഒരുപാട് പുറത്തു വരാൻ ചുരുളജിയാനിരിക്കുന്നത്. അതാണ് സംഭവം. ചുരുളജിയാനിരിക്കുന്നത് ഈ സത്യങ്ങൾ. അത് വലിയ ചുരുളായിരിക്കും. അത് നേരുമ്പോൾ CPMന്റെ വൃത്തങ്ങൾ ഞെട്ടിത്തരിക്കും. അതിന്റെ പഴയ ഗോപുരമണികൾ നിലം പതിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ സർ, അത് മാത്രമല്ല മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഹവാല ഇടപാടിൽ മുഹമ്മദ് റിയാസിന്റെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലും അന്വേഷണം നടത്താനാണ് EDയുടെ അടുത്ത നീക്കം. അപ്പോ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങിയാണ്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ED നീക്കമുണ്ട്. അപ്പോ അത് രണ്ടാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിതമായിട്ടുള്ള നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിന് 40 ലക്ഷം രൂപയാണ് പരിധി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ ചെലവായിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തേത്. അത് തെരഞ്ഞെടുപ്പിന് കമ്മീഷന് മുമ്പിൽ വരുന്ന ഒരു ചോദ്യമാണ്. അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് എങ്ങനെ?
സാധാരണ വിധം പിന്നെ വരവിൽ കവിഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടായിരിക്കും ഇ ഡിയും അതുപോലെ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളും ഇടപെടാനുള്ള സാധ്യത കാണുന്നത്. അത് അങ്ങനെ ഒരു തൊഴിൽ വിഭജനമുണ്ട് ഓരോ കാര്യത്തിലും. അതുപോലെ തന്നെ വീണ വിജയൻ വരവിൽ കവിഞ്ഞ സ്വത്തുകൾ കൈകാര്യം ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ പിണറായി വിജയനെ നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹം പറയുന്നു ഈ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കൊണ്ടാണ് അവിടെ എക്സാലോജിക് തുടങ്ങിയത്. പക്ഷേ അതിന് കിട്ടുന്ന വരുമാനത്തിന്റെ 10 മടങ്ങല്ല 100 മടങ്ങോളം പണമാണ് അവർ കൈകാര്യം ചെയ്ത് ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു അബുദാബി ബാങ്കിലേക്ക് അതുപോലെ തന്നെ ദുബായ് ബാങ്കിലേക്കൊക്കെ ആയിട്ട് അയച്ചിരിക്കുന്നത്. അതെവിടെ? അതിന്റെ സോഴ്സ് എവിടെ? സോഴ്സ് ഓഫ് ഇൻകം വെളിപ്പെടുത്തേണ്ടി വരും. അത് പറയാൻ പറ്റില്ല. മുഹമ്മദ് റിയാസിന്റെ ഈ 40 ലക്ഷം കടന്നിട്ടുണ്ടെങ്കിലാണ് ആ ചോദ്യം അവിടെ ഉത്ഭവിക്കുന്നത്. അത് വേറൊരു കേസാണ്. അതിനെപ്പറ്റി ഇപ്പൊ പറഞ്ഞിട്ടില്ല. പല സ്ഥലങ്ങളിലേക്ക് ഇതിപ്പോ നിഖലിന്റെ കയ്യിൽ പോയിട്ടുണ്ട്. മറ്റൊരു കൂട്ടുകാരൻ മുകുന്ദൻ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പോയിട്ടുണ്ട്. ഒന്ന് DYFIയുടെ പ്രവർത്തകൻ, മറ്റൊന്ന് CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം. ഇവിടൊക്കെ എങ്ങനെ പോകുന്നു? റിയാസ് അറിയാതെ പോവില്ല. റിയാസ് ബബ്ബ പറഞ്ഞാൽ പറ്റില്ല. ഇതെങ്ങനെ പോയി? ഞാൻ ഇതിനകത്ത് സത്യപ്രതിജ്ഞ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് യുക്തിഭദ്രമായ വിശദീകരണം വേണം. എങ്ങനെ വിദേശത്തേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ? ആദ്യം പറയേണ്ടത് കള്ളം പറയുകയാണ്. പറയണ ED പറയുന്നത് വെറും കള്ളമാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. കള്ളമാണെങ്കിൽ അവർക്ക് എപ്പോൾ തന്നെ കോടതി കേസ് കൊടുക്കാം. മാനനഷ്ടത്തിനായിട്ട് പാർട്ടിയെ അവമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അതിനുള്ള ചങ്കൂറ്റം ഉള്ളതുകൊണ്ടാണ് ED ഈ കാര്യങ്ങൾ പറഞ്ഞത്. കാരണം അവരുടെ ഭാഗത്ത് 100% ഇതിന്റെ ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ട്. അതാണ് വ്യത്യാസം. ഇവർക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം. ഇതൊന്നും ആരും കണ്ടുപിടിക്കില്ല. കണ്ണു കുഴപ്പിച്ചും മുട്ട എറിഞ്ഞും അതിപ്പോൾ ചീമുട്ട എറിഞ്ഞും കണ്ണടി പൊട്ടിച്ചും കണ്ണ പൊട്ടിച്ചും ഒക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ GD അങ്ങ് പേടിച്ചോടി പോകുന്നതാണ്. ഇപ്പൊ കണ്ടില്ലേ? വലിയ ഭയാനകമായിട്ടുള്ള ഒരു വ്യാളിയായിട്ട് CPMനെ അവർ തന്നെ ചെയ്ത കുകൃത്യങ്ങൾ, തെറ്റായ കൃത്യങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു ഒരുപാട് ലക്ഷങ്ങൾ കൈമാറിയിരിക്കുകയാണ്. മാത്രമല്ല ഇനി വീണ്ടും ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിവരവും കൂടിയുണ്ട്. അപ്പൊ EDക്ക് ഇനിയും വീണയിൽ നിന്നും വിവരങ്ങൾ അറിയാനുണ്ട് അല്ലേ? അറിയാൻ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാം. കാരണം ഇപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. കുറ്റപത്രം സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള അന്വേഷണമായിരിക്കും ഇനി നടക്കുന്നത്. കാരണം ഈ കുറ്റവാളിയാണ് തെളിയിക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നു. ഇപ്പോൾ പറയുന്ന 20.85 കോടിയുടെ ഇടപാടുകൾ എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ ആദ്യം എത്ര പറഞ്ഞ് 2.78 കോടി. അതിപ്പോൾ അതിന്റെ 10 ഇരട്ടിയായി. ഇനി വീണ്ടും 10 ഇരട്ടിയാവും കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ. എങ്ങനെയായിട്ട് സംഭവിച്ചത്? വളരെ വളരെ ജാഗ്രതയോടുകൂടി ED ഉദ്യോഗസ്ഥരെ വീണ എഴുതി വെച്ച കണക്കുകൾ ഡയറിയിൽ നിന്ന് കണ്ടെടുത്തു. ഡയറി കൈവശമാണ്. ആ ഡയറി വെച്ചിരുന്നത് വീണ വിജയന്റെ വീട്ടിലല്ല, ഒരു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് പിടിച്ചിറക്കി. അതുപോലെ തന്നെ ഒരു സിം കാർഡ്, അത് വീണ വിജയന്റെ പേരിൽ ഉള്ളതല്ല, മറ്റൊരാളുടെ പേരിൽ. അതെന്തിനാ കൈവശം വെച്ചിരിക്കുന്നത്? നിയമവിരുദ്ധമൊന്നുമല്ല. പക്ഷെ അതിലൊരു സോഡിയൽ ഒരു കള്ളത്തരം സംശയിക്കുന്നു. ഇന്റർനെറ്റ് കോളുകൾ, അതായത് പോലീസിന് ട്രേസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കോഡുകൾ വേണ്ടി വിളിക്കാനും എടുക്കാനും വേണ്ടി ഉപയോഗിച്ചതാണ് ആ ഫോണെന്ന് ED പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ തെളിവുകളില്ലാതെ ED ഒന്നും പറയില്ല. കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി പോകും. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് വലിയ മാനങ്ങളുണ്ട്. കേരളം കണ്ടിട്ടുള്ള അഴിമതിയുടെ ഏറ്റവും കുപ്രസിദ്ധമായിട്ടൊരു കേസ്, ഒരു കുംഭകോണം തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന CPMന്റെ പച്ചത്തുരുത്ത് ഇവിടെ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ED സത്യമാണെന്നും ED പറഞ്ഞതാണ് സത്യം. CPM പറഞ്ഞത് മുഴുവൻ എന്റെ കൈകൾ ശുദ്ധമാണെന്ന് ഉൾപ്പെടെ ഭാര്യയുടെ പെൻഷൻ ഫണ്ടിൽ നിന്നാണ് ഈ എക്സാലോജിക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് എന്നൊക്കെ പറയുന്ന കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമർത്ഥമായ കള്ളത്തരങ്ങളായിരുന്നു എന്നും വിശ്വസിക്കാനാണ് ഇതുവരെ EDക്ക് വ്യക്തമായൊരു മറുപടി പറയാൻ, എല്ലാത്തിനും മറുപടി പറയുന്ന മുഹമ്മദ് റിയാസിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ബബ്ബയാണ് പറയുന്നത്. ഇതെങ്ങനെ പണമിടപാട് നടന്നു, എന്തിന്റെയാണ് പറയാൻ പറ്റുന്നില്ല. പിണറായി വിജയൻ പറഞ്ഞത് ഭാര്യയുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എല്ലാം കൂടെ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ഈ ഇടപാട് എന്തിനു വേണ്ടി നടന്നു അത് പറയുമ്പോൾ ബബ്ബ. അത് രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുണ്ട്, വിശദീകരിക്കാൻ കഴിയുന്നില്ല. വിദേശത്തേക്ക് എന്തിനു ഈ ഹവാല പണം പോയി അത് വിശദീകരിക്കാൻ പറയുന്നില്ല. എന്ന് പറയുന്നത്
ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ 2 പേര് ഞാൻ സത്യവാങ്മൂലത്തിൽ കൊടുത്തിരുന്നു. ചുമ്മാ അതാണ്, അതിലെങ്ങും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എക്കാലോജിക്കിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ X1 ലോജിക് 1 എന്നുള്ള തരത്തിൽ 2 കമ്പനികൾ എന്നാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ സമനില തെറ്റിയിരിക്കുന്ന ഒരു പരുവത്തിലാണ് CPM-ന്റെ അതിശക്തരായിട്ടുള്ള സംഘപരിവാറിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു ശൃംഖല സൃഷ്ടിച്ച നേതാക്കന്മാർക്ക് ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം.